യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, യേശു നല്ലവൻ. ചെങ്കടൽ പിളർന്നു താൻ വഴി നടത്തിടും, അടിമയിൻ മുഖം തകർത്തു വീണ്ടെടുത്തവൻ. ചിറകുകൾ വിടർത്തി മരുവിൽ കാത്തിടുന്നവൻ, യേശു നല്ലവൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, യേശു നല്ലവൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അതിമനോഹരമായ ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും അവസരം തന്നല്ലോ. നന്ദിയപ്പാ, നന്ദി അപ്പാ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെയും ഞങ്ങളെ കാത്തല്ലോ, സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. അപ്പാ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ ജീവിതങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ പ്രാർത്ഥനാ വിഷയത്തെയും സ്വർഗം കൈക്കൊള്ളണമേ. ഉള്ളതുപോലെ കാണുന്ന കർത്താവെ, ഉള്ളതുപോലെ അറിയാവുന്ന അപ്പാ, മനസ്സലിയണമേ, മനസ്സലിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം അപ്പാ. ദൈവമായ കർത്താവെ, സമയം ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ദൈവമായ കർത്താവെ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾ, അതിനായി പ്രയത്നിക്കുന്ന മക്കൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട മക്കൾ, മെഡിക്കൽ അറ്റൻഡ് ചെയ്യേണ്ട മക്കൾ, കർത്താവ് എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കളെയും സഹായിക്കണം. ഓരോരുത്തരുടെയും അവസ്ഥകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിയാവുന്ന പൊന്നപ്പച്ചൻ്റെ കരങ്ങളിലോട്ട് ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന നാഥ, അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുന്ന കുഞ്ഞുങ്ങളുടെ ആവശ്യവും ആഗ്രഹം അറിഞ്ഞവരെ കരുതിക്കൊള്ളണം. അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ഒരുക്കി മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തുകൊള്ളണമേ. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കണേ അപ്പാ. എൻ്റെ ദൈവമായ കർത്താവെ, ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾക്ക് വഴിവാതിൽ തുറന്നു കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. ഓരോ ഹൃദയത്തെയും അറിഞ്ഞ് സഹായിച്ചാട്ട് ദൈവമേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവ്. ഞങ്ങൾ വിശ്വാസത്തിൽ കടന്നു വരികയാണ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളൊക്കെ ഉപജീവനമാർഗം ഒരുക്കിക്കാട്ട്. പ്രത്യേകിച്ച് ഹല്ലേലൂയ, നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. നീ അവിടെ അത്ഭുതം ചെയ്യണമേ. ഹല്ലേലൂയ. ഒരു മാസത്തേതിനു കൂടെ എയർപോർട്ടിൽ കർത്താവെ ജോലി നീട്ടിക്കൊടുത്ത പൈതലിനായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പോരാ കർത്താവെ, അവൾ ആഗ്രഹിക്കുന്ന ഇടത്ത് നിനക്ക് അവൾക്ക് വേണ്ടി ഒരു വേക്കൻസി ഒരുക്കാൻ കഴിയുമല്ലോ. എങ്കിലും കർത്താവെ, നീ ഉപജീവനമാർഗമില്ലാതെ ഭാരപ്പെടുവാൻ അനുവദിക്കാതെ വേണം സ്വർഗ്ഗം അവളെ കരുതിക്കൊള്ളുമാറാകണം. അത് ശ്രേഷ്ഠമായത്, ഉത്തമമായത് കർത്താവ് അവൾക്ക് ഒരുക്കണമേ, ഒരുക്കണമേ, ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എൻ്റെ ദൈവം വിശ്വസ്തന, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം. അദോഷമായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യലും സകലതും നന്മയ്ക്കായി ചെയ്യും. ഞങ്ങളതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം, കൂടെയിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജോലി ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ജോലിയിലൊരു വലിയ ആമേൻ ഹാലിൽ ശ്രേഷ്ഠത ലഭിക്കേണ്ട കുഞ്ഞുങ്ങൾക്കൊക്കെ കർത്താവ് കൊടുത്ത് മാനിക്കണം. കർത്താവ്, വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന സ്വർഗ്ഗവരെ കരുതണമേ, തക്ക തുണയെ ഒരുക്കണമേ, അവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തോണേ ദൈവമേ. കുടുംബജീവിതത്തിൽ ഇതുവരെ സമാധാനം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ ജീവിപ്പാൻ വഴിയൊരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ സ്വർഗീയ സമാധാനം ഓരോ മക്കൾക്കും നൽകണേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. മദ്യത്തിലും കർത്താവെ, മയക്കുമരുന്നിലും അടിമപ്പെട്ട് ജീവിക്കുന്ന അനേക ജീവിതങ്ങൾ, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവരാ കർത്താവെ. അപ്പച്ചനവരോട് മനസ്സലിനവർക്ക് മാനസാന്തരം നൽകണമേ കർത്താവെ. ഈ ലഹരിയിൽ നിന്നൊക്കെ ഒരു മോചനം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് ജീവിപ്പാൻ അവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവെ, ഭീതിയോടും ഭാരത്തോടുമൊക്കെ കഴിയുന്ന അനേക പ്രിയപ്പെട്ട ഒരു കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവരെ വിടുവിക്കണമേ എന്ന് അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ. സ്തോത്രം.
ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കൾക്കും വേണ്ടുന്ന അനുഗ്രഹങ്ങളെ സ്വർഗത്തിലെ അപ്പച്ചൻ പകർന്നു കൊടുത്താട്ട്. എൻ്റെ കർത്താവേ, ഈ സമയത്ത് ഹാലിൽ യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. അവരുടെ യാത്രയിലെല്ലാം കർത്താവ് കൂടെ ഇരിക്കണമേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് നിറയ്ക്കണം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരെ അനുഗ്രഹിക്കണം. വേണ്ടുന്നെല്ലാം കൊടുത്ത് അനുഗ്രഹിക്കണം. നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ അപ്പ. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ കർത്താവ് ഭവനം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളത് പൂർത്തീകരിച്ച് പാർക്കാനും ഭാഗ്യമൊരുക്കണം. നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവ്. നീ അവരോട് മനസ്സലിഞ്ഞ് കരുണ തോന്നി അവരുടെ വിഷയത്തിന്മേൽ പരിഹാരമായി ഇറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ രോഗികളുമായ തിരുമുൻപാകെ കടന്നു വരുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവർ, ഹാലിൽ ബൈപ്പാസ് സർജറിക്ക് ഒരുങ്ങുന്നവർ, ഹല്ലേലൂയ കർത്താവെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, തൊക്കെ സംബന്ധമായ രോഗമുള്ളവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, തലമുടി മുഴുവനും കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, ദൈവമായ കർത്താവെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അതാ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർ, കർത്താവേ നീ അവിടുന്ന് സഹായിക്കണമേ. ശരീരമാസകല നീർക്കെട്ടും അതിവേദനയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അങ്ങ് തൊട്ടാൽ മതി സൗഖ്യം വരും. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി സൗഖ്യമുണ്ട്. അങ്ങ് മരുന്നും വൈദ്യനും ആ സ്തോത്രം. അഖിലിയാതിലെ സുഗന്ധ കുഴമ്പുമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ തലോടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, തനിയൊക്കെ പാർക്കുന്നവരുണ്ട് കർത്താവെ. ആരോരും സഹായമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കണമേ. വാർദ്ധക്യം സഹജമായി ഹല്ലേലൂയ രോഗാവസ്ഥയിലായിരിക്കുന്നവർ, ക്ഷീണാവസ്ഥയിലും അതിവേദനയിലും കഴിയുന്നവർ, കർത്താവേ നിൻ്റെ ദൂതനെ ഇറക്കണമേ. എൻ്റെ കർത്താവിൻ്റെ കരമൊന്ന് നീട്ടണമേ. ഒരു വലിയ ശാന്തതയും സമാധാനവും നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശ്വാസതടസ്സത്താൽ ആശുപത്രി മുറികളിലായിരിക്കുന്ന മകനെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി വളരെ ക്ഷീണാവസ്ഥയിലാണെന്ന് അറിഞ്ഞല്ല കർത്താവെ. അതിവേഗം പായുന്ന വചനമയക്കണമെന്ന് അടിയാൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കളുടെ ആഗ്രഹപ്രകാരം ആവശ്യമറിഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ വിടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാഥാ നീ സൗഖ്യമാക്കണമേ, സൗഖ്യമാക്കണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങ് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, നിൻ്റെ മകന് സൗഖ്യം ലഭിക്കുമല്ലോ. കർത്താവേ നീ അവിടുന്ന് കരുണ കാണിക്കണം. എല്ലാ ക്ഷീണങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിടുവിച്ച് സൗഖ്യമുള്ളവനായി ഹല്ലേലൂയ കർത്താവെ ആയിരിക്കാനിടയാക്കണം. ഇല്ല എങ്കിൽ കഷ്ടമനുഭവിപ്പാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവ്. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിലേൽക്കുന്നു. ഞങ്ങളുടെ ദേശത്തെയും ചുറ്റുപാടുകളെയും അതിൻ്റെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണേ. സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ. അനാഥരെയും വിധവകളെയും കാത്തുകൊള്ളണേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്നവരെ സംരക്ഷിക്കണേ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ പരിപാലിക്കണം. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തി തരണമേ കർത്താവേ. സ്തോത്രം. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആരെല്ലാം മറന്നാലും നീ ഞങ്ങളെ മറക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ. ഞങ്ങളെ കരുതുന്ന ദൈവമാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നന്ദി, നന്ദി. നീ മാത്രം മതിയപ്പാ, മതിയപ്പാ, നീ മാത്രം മതി. ആ കൃപയിൽ ആശ്രയിച്ച് ദിനം തോറും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പാപം ചെയ്യാൻ അനുവദിക്കല്ലേ കർത്താവ്. ഞങ്ങളുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കുള്ളതിനെല്ലാം സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.